ഹലോ, അസ്സലാമലൈക്കും. നമുക്കിന്നൊരു അറേബ്യൻ ചിക്കൻ മദ്ഹൂത്ത് ഉണ്ടാക്കിയാലോ? അതിനായി നമുക്ക് ആദ്യം ഒരു അറബിക് മസാല തയ്യാറാക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ചെറിയ ജീരകം, ഒരു തക്കോലം, 3-4 ഏലക്കായി, 3-4 ഗ്രാമ്പൂ, 3-4 പട്ട, 2 ബ്ലാക്ക് ലെമൺ, 2 ബേ ലീഫ്, 1 സ്പൂൺ പച്ചമല്ലിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നേരം ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 2-3 മിനിറ്റ് നേരം ഇത് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്ക് ഇത് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ബേ ലീഫ്, ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കണം. നമുക്ക് ഇതിലേക്ക് 2 ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റണം. നമ്മൾ ഇതിൽ കുറച്ച് കൂടുതൽ ഓയിൽ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ ചോറിൽ കൂടുതൽ ഓയിലൊന്നും ഇതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായി വഴറ്റുക. നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ അല്പം ഉപ്പും കൂടി ചേർക്കുക. ഇതിലേക്ക് 3 തക്കാളി മിക്സിയിൽ അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കുറുകി വരണം. ഇനി നേരത്തെ മാറ്റിവെച്ച അറബിക് മസാല നമുക്ക് പൊടിച്ചെടുക്കാം. മസാല നന്നായി കുറുകി വന്നിട്ടുണ്ട്. 1 കിലോ കഴുകി വെച്ച ചിക്കനാണിത്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലെ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഒരു ക്യാപ്സിക്കം കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 2 സ്പൂൺ അറബിക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന നിലയിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക.
ഒരു ബ്ലാക്ക് ലെമണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 മണിക്കൂർ മുമ്പ് കുതിർത്തി കഴുകി ഊറ്റിവെച്ച സെല്ല ബസ്മതി റൈസാണിത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അരമണിക്കൂർ നമുക്കിത് അടച്ച് വേവിക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.